ദേവസ്വം ബോർഡിന് എന്തായാലും ഇതിനകത്ത് എല്ലാ ദേവസ്വം ബോർഡിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നിങ്ങളുടെ പേരിൽ ആരോപണങ്ങൾ വീണില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യം. ഈ താങ്കളുടെ ഒരു നിലപാടിൽ, അതായത് ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ വന്ന ബോർഡ് അവരുടെ ജോലി ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മാനുവൽ വളരെ പ്രസക്തമാണ്. മാനുവൽ അനുസരിച്ചാണ് ദേവസ്വങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത്. ഇവിടെ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഈ കാര്യം ചെയ്യണമെന്ന് മാനുവൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകാൻ പാടില്ല. 28 വർഷത്തിന് മുമ്പ് വിജയമല്ലികയ്ക്ക് ഇത്രയും സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റി. അത് ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ചെയ്തത്. ശബരിമല ക്ഷേത്ര അങ്കണത്തിൽ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇന്ന് അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള ഏറ്റവും അത്യന്താധുനിക ഇദ്ദേഹം പറഞ്ഞ നാനോ ടെക്നോളജി വരെയുള്ള ഒരു കാലത്ത് ഇത് അവിടെ വെച്ച് ചെയ്യാനുള്ള കാര്യമുള്ളൂ. എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആ അന്തരീക്ഷത്തിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് പല ക്ഷേത്രങ്ങളിലും കൊടിമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചാണ്, ക്ഷേത്ര പരിസരത്ത് വെച്ച് ചെയ്യാൻ പാടുള്ളൂ. മാനുവലിന് വിരുദ്ധമായി ഇതവിടുന്ന് കൊണ്ടുപോയി പുറത്ത് ചെയ്യാൻ കൊണ്ടുപോയി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. വാസ്തവത്തിൽ ദേവസ്വം ബോർഡാണ് ഇത് നോക്കേണ്ടത്. ഇത്തരം ഒരു സാധനം അവിടുന്ന് പുറത്ത് കൊണ്ടുപോയി ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാനുവലിന് വിരുദ്ധമാണ്, തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുഖ്യ റോൾ വഹിച്ച ഒരു സമുദായത്തിലെ അംഗമല്ലേ താങ്കൾ? അപ്പം നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് തോന്നുന്നത് ശരിക്കും അബദ്ധം പിണഞ്ഞു, അല്ലെങ്കിൽ ചെമ്പാന്ന് എഴുതി വെച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് തൊടുന്യായങ്ങൾ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു ആള് വന്നിട്ടാണ് ഈ പറഞ്ഞ കൊള്ളയെല്ലാം അവിടെ നടന്നിരിക്കുന്നത്. അപ്പം അയാൾ വന്നിട്ട് അയാൾക്ക് കാലാകാലങ്ങളിൽ ആവശ്യമുള്ള ആൾക്കാരെ അയാൾ ദേവസ്വം ബോർഡ് ആൾക്കാരെയും അതുപോലെ തന്നെ തന്ത്രിമാരെയും അങ്ങനെയുള്ള ആൾക്കാരെയും എല്ലാം സമീപിച്ചിട്ട് അയാളൊരു ടീമുണ്ടാക്കി. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഈ സാധനം മൊത്തത്തിൽ ആദ്യം മുതലേ തുടങ്ങുന്നത്. അപ്പം അവരുടെ പേരിൽ തന്നെയാണ് ഈ പറഞ്ഞ ഓരോ കാലങ്ങളിൽ ഓരോ റെക്കോർഡ് ഉണ്ടാക്കുകയും അനുജ്ഞ മേടിക്കുകയും അത് കഴിഞ്ഞിട്ട് ഇത് പുറത്ത് കൊണ്ടുപോവുകയും ഇത് ഇങ്ങനെ റൂളുണ്ടെങ്കിൽ ഈ റൂളൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്ന് റൂളുണ്ട്, പക്ഷെ അതവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അല്ല, ശ്രീ രാമനാഥൻ അങ്ങനെയല്ല പറഞ്ഞു, അദ്ദേഹത്തിന്റെ കാലത്തൊന്നൊക്കെ ഇത് കൃത്യമായി പാലിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു. ഇല്ല, 2009 ഒക്കെ പുറത്ത് പോയിട്ടുണ്ട്, പല സാധനങ്ങളും പുറത്ത് പോയിട്ടുണ്ട്. അതായത് ഞാൻ പ്രസിഡന്റല്ല, സാറിന്റെ കാലത്തല്ല, 2009 അദ്ദേഹത്തിന്റെ കാലത്ത് ഇതെല്ലാം ശബരിമല ഒരു വർക്കം നടത്തിയിട്ടില്ല, ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഞാൻ പോയിട്ടില്ല. കാരണം സാറിന്റെ കാലത്ത് 2009 ഞാൻ ശബരിമലയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മേടിക്കാനാണ് നടന്നത്. നിലയ്ക്കൽ എസ്റ്റേറ്റ് മേടിച്ചത് എൻ്റെ കാലത്താണ്. ശബരിമല സന്നിധാനത്തിലേക്കുള്ള വഴി ഉണ്ടാക്കിയതിന് സ്ഥലം മേടിച്ചത് ഞാൻ പെരിയാർ ടൈഗർ ദേവസ്വം മാനുവൽ ലംഘിച്ച് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. ആ കാലത്ത് MLA ആയിരുന്നല്ലോ. അതെ, ശബരിമല മാസ്റ്റർ പ്ലാനിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മാസ്റ്റർ പ്ലാൻ എൻ്റെ കാലത്താണ് വരുന്നത്. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് ഞാനാണ്. എൻ്റെ നിർദ്ദേശമാണ് 96-ലെ എൻ്റെ നിർദ്ദേശമാണ് അവലോകന യോഗത്തിൽ. ആ മാസ്റ്റർ പ്ലാന് അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, അവിടെ കാലാകാലങ്ങളായിട്ട് ഇപ്പം ചന്ദ്രാനന്ദൻ അവിടുത്തെ ബോർഡ് മെമ്പർ ആയിരുന്നപ്പോഴാണ് ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടായത് എന്ന് പറഞ്ഞ് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മാറ്റങ്ങൾ ദേവസ്വം ബോർഡ് വരുത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിനുള്ള നിർദ്ദേശങ്ങൾ വെക്കാറേ ഉള്ളൂ. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗവൺമെൻറ് ഫണ്ട് തരണം. ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് കൊണ്ട് തികയത്തില്ല. ഇപ്പം ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നു, കിഫ്ബിയിലാണ്, ഗവൺമെൻറ്റാണ് ഫണ്ട് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി, ഇപ്പോൾ നിലയ്ക്കലിൽ എല്ലാ ദിവസവും ട്രക്കുകൾ വരികയാണ് വെള്ളവുമായിട്ട്. ഇത്തവണ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായില്ല, റോഡ് തടസ്സം ഉണ്ടായില്ല. കാരണം നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി 120 കോടി രൂപയുടേത് ഇത്തവണ കമ്മീഷൻ ചെയ്തു. ഞാനത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്, ഞങ്ങളൊരു 10 വർഷം എടുത്ത് ചെയ്ത ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് റോപ്പ് വേ. കാരണം കഴുതുകളെ മാറ്റി ട്രാക്ടർ വന്നു, ട്രാക്ടറും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് റോപ്പ് വേയുടെ പ്രപ്പോസൽ വന്നത്. ഞാനാണ് അവരെ കൂട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത്. ഇപ്പോൾ ആ റോപ്പ് വേ കേന്ദ്ര അനുമതി, അന്തിമ അനുമതി ഇപ്പോൾ ഏതാണ്ട് കിട്ടുന്ന സ്ഥിതി ആയിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ട്രാക്ടറും വഴിയിൽ നിന്ന് മാറും. അപ്പം ഓരോ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള ആ നടപടികൾ, അതിൽ രാമനായരുടെ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള നല്ല നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.